പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പദ്ധതിയെ അനുകൂലിച്ചും എതിർത്തും നേതാക്കൾ. രാഷ്ട്രീയകാര്യ സമിതിയിലെ വിവരങ്ങൾ പുറത്തുപോയതിൽ പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയുണ്ട്. പുറത്തു വരുന്നതെല്ലാം മാധ്യമ സൃഷ്ടി എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച പ്ലാൻ 63-നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ. 63 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടണമെന്നതാണ് വി ഡി സതീശന്റെ പ്ലാൻ. ഇതിനായി വി ഡി സതീശൻ രഹസ്യ സർവേയും നടത്തി. ആശയം രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞതിൽ പിഴവില്ലെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ പാർട്ടി അറിയാതെ നടത്തിയ സർവേ അച്ചടക്ക ലംഘനമെന്ന് എതിർഭാഗം വാദിക്കുന്നു. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സർവേ നടത്തിയതായി അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. അങ്ങനൊരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാൻ അന്ന് ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഓൺലൈനിൽ അവസാനം വരെ എനിക്കിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഓൺലൈനിൽ എൻ്റെ സാങ്കേതികമായ തകരാറുള്ളതുകൊണ്ട് അവസാനം വരെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം. വാർത്തകൾ നിഷേധിച്ച ദീപാദാസ് മുൻഷി തിരഞ്ഞെടുപ്പ് സർവേ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. നേതൃമാറ്റ ചർച്ചകളിലും നേതാക്കൾ പല തട്ടിലാണ്. നേതൃമാറ്റത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനാണെന്ന് കെ മുരളീധരൻ 24-നോട് പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോകുന്നതിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ്. സംയുക്ത വാർത്താ സമ്മേളനം വൈകുന്നതിന് പിന്നിലും വാർത്ത ചോർന്നതിലെ അതൃപ്തിയെന്നാണ് സൂചന. 24 തിരുവനന്തപുരം.